അപ്പോൾ ഗൈസ് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട്. ഇപ്പോൾ വന്നാണ് ഇതുണ്ട്, പിന്നെ കുറച്ച് സാധനമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മൗസ് പാഡാണേ. ഇതിൽ നമുക്ക് മൗസും വയ്ക്കാം, കീബോർഡും വയ്ക്കാം. അത്യാവശ്യം വീതിയുണ്ട്, നീളമുണ്ട്. ഇതൊരു മിനി ട്രൈപോഡാണ്, പോർട്ടബിൾ ട്രൈപോഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഫോൺ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പം കൈ കഴയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഫോൺ നമ്മളിപ്പം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തേ, ഇപ്പം എൻ്റെ അവിടെ മിക്കവാറും സന്ധ്യ ആയിരിക്കും. അപ്പോൾ സന്ധ്യ കയ്യിലാണ് ഫോൺ പിടിക്കാറ്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നേ. അപ്പം ഇന്ന് വലിയൊരു പറ്റെന്ന് പറഞ്ഞാൽ സന്ധ്യയുടെ വണ്ടി ഇന്ന് രാവിലെ കോളേജിലോട്ട് പോകുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. എന്താണ് പ്രശ്നം എന്നറിയില്ല, പൈസ മുടക്കമുള്ള പരിപാടിയാണോ എന്നറിയില്ല. എന്തായാലും പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പം ഇന്നുവരെ വീട്ടിൽ പോയില്ല. നേരെ കോളേജൊക്കെ കഴിഞ്ഞ് സന്ധ്യയും കുഞ്ഞൂടെ നേരെ ഇങ്ങനെ എൻ്റെ അടുത്തോട്ടേക്ക് പോകുന്നു. മൗസ് പാഡ് സെറ്റ് ചെയ്ത് കേട്ടോ, നല്ല പ്രോഡക്റ്റ്, കൊള്ളാം. ഇത് പല്ല് സർവീസ് ഞാൻ കൊടുത്തിരിക്കുക, പുതിയ പല്ല് വരണമെങ്കിൽ. ഇതാണ് ഞങ്ങളുടെ പപ്പി ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വഴിക്ക് സന്ധ്യയുടെ വണ്ടി കേടായി. ഞാനും സന്ധ്യയും രാവിലെ 2 റൂട്ടിലാണ് പോയത്. പക്ഷേ വണ്ടി കേടായപ്പോൾ സന്ധ്യ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു 7-8 കിലോമീറ്റർ തിരിച്ചോടി വന്ന് സന്ധ്യയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. എൻ്റെ അവിടെ ഗീതു ഉണ്ടായിരുന്നു കേട്ടോ. ഗീതു ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, മടിയാണോടി? പിന്നെ എന്താ വിടാത്തെ? അങ്ങനെ വന്നു. നമ്മളുടെ പരിപാടികളൊക്കെ ഒരുവിധം ഒതുക്കി ഫ്രഷായി റെഡിയായി വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് സാമി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, എഡിറ്ററാണ്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ പറഞ്ഞു തന്നു, ക്യാപ് കട്ട്. അത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന സംഗതിയായിരിക്കും. അത് നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസിൽ അത് റൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സെറ്റപ്പ് വന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ ചെയ്ത് നോക്കുമായിരുന്നു, കുഴപ്പമില്ല, കാര്യം സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫോണിലായിരുന്നു എഡിറ്റിംഗ് പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോണിൽ ചെയ്യുമ്പം ഞാൻ ഓക്കെയാണ്, പക്ഷേ അതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ഫോണിലാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും കേട്ടോ, അങ്ങനൊരു കാര്യമുണ്ട്. എന്താണെങ്കിലും ആപ്ലിക്കേഷൻ കിട്ടി, അതിൻ്റെ സാധ്യതകൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടൻറ്റുകൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. ഇവിടെയാണ് നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ഈ ഭിത്തിയല്ലേ, ഇത് ഞാൻ തന്നെയാണ് പെയിൻറ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം വെള്ള കളറാണ്, അതിൻ്റെ പുറത്ത് ഇത് അടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പാടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി പെയിൻറ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ബ്ലാക്കും റെഡും ആക്കിയാലോ എന്നുള്ളൊരു പ്ലാനിലാണ്. വർക്ക് കുറച്ചൊരു വൈബ് കിട്ടിയാലോ, ഒരു ആംബിയൻസ് ഒക്കെ കിട്ടിയാലോ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.